ഇന്ന് നമ്മൾ നോക്കുന്നത് ഫാറ്റി ലിവറിൻ്റെ ആരും ശ്രദ്ധിക്കാത്ത 10 ലക്ഷണങ്ങളാണ്. അപ്പോൾ ഫാറ്റി ലിവർ എന്താണെന്നും അതിൻ്റെ കോമൺ ആയിട്ട് കാണിക്കുന്ന ലക്ഷണങ്ങൾ, അതുപോലെ ഡയറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇത് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് കമൻറ്റിൽ കൊടുത്തിരിക്കുക. ഡയറ്റിനെയൊക്കെ പറ്റി അറിയണമെന്നുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. സോ നമുക്ക് ലക്ഷണങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ലക്ഷണമെന്ന് പറയുന്നത് അബ്ഡോമിനൽ പെയിനാണ്, വയറുവേദന. അത് വയറിൻ്റെ റൈറ്റ് അപ്പർ ക്വാഡ്രൻറ്റിൽ ആ ലിവർ ഇരിക്കുന്ന സ്ഥലത്തായിട്ടാണ് വരുന്നത്. വലതുവശത്ത് മുകൾ ഭാഗത്തായിട്ടായിരിക്കും ഈ വേദന അനുഭവപ്പെടുന്നത്. ദെൻ രണ്ടാമത്തെ ലക്ഷണമെന്ന് പറയുന്നത് ഫറ്റീഗാണ്, ക്ഷീണം. എപ്പോഴും ഒരു മന്ദതയായിരിക്കും ആളിന്. രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങിയാലും പകൽ സമയത്ത് ആൾക്ക് ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റില്ല. ഡേ ടൈമിലുള്ള ആ ഒരു സ്ലീപ്പിനെസ് ആണ് ഈ ഫറ്റിഗിൽ ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നത്. ചില സമയത്ത് ഇത് ഫിസിക്കലി മെൻ്റലി ഉള്ള ഫറ്റിഗായിട്ട് മാറാറുണ്ട്. എന്തെങ്കിലും ചിന്തിച്ച് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്താറുണ്ട്. പിന്നെ അടുത്ത സിംറ്റം എന്ന് പറയുന്നത് വിശപ്പില്ലായ്മ. ലിവറിന് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ റെഗുലേഷൻ, അതുപോലെ ലിപ്പിഡ് ഫാറ്റിൻ്റെ മെറ്റബോളിസത്തിലൊക്കെ വലിയൊരു പങ്കുണ്ട്. നമ്മൾ പറഞ്ഞു ഫാറ്റി ലിവർ എന്ന് പറയുന്ന ലിവറിന് ചുറ്റും ഇങ്ങനെ ഫാറ്റ് അടിഞ്ഞു കൂടുന്നതാണ്. അപ്പോൾ ലിവറിലെ കോശങ്ങൾക്ക് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ ഗ്ലൂക്കോസിൻ്റെ റെഗുലേഷൻ, ലിപ്പിഡിൻ്റെ മെറ്റബോളിസം ഒക്കെ അഫക്റ്റഡ് ആവും. അപ്പോൾ അങ്ങനെ നമുക്ക് വിശപ്പില്ലായ്മ, ഒന്നും കഴിക്കാൻ തോന്നാത്തൊരവസ്ഥ ഉണ്ടാകും. പിന്നീട് അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ഈ വിശപ്പില്ലായ്മയിൽ നിന്നുണ്ടാകുന്ന വെയിറ്റ് ലോസ് ആണ്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ആൾക്ക് ശരീരഭാരം കുറഞ്ഞു വരും. ഈ അബ്നോർമൽ മെറ്റബോളിസത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇങ്ങനത്തെ അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ്, ഇനി അങ്ങോട്ട് പറയുന്ന ലക്ഷണങ്ങളൊക്കെയും ഫാറ്റി ലിവർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് സ്റ്റേജായെന്ന് കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. അതായത് ഈ പറഞ്ഞ വെയിറ്റ് ലോസും ഫറ്റീഗ്, അബ്ഡോമിനൽ പെയിനൊക്കെ വന്നതിന് ശേഷം നോസിയ, ഓക്കാനം, ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫാറ്റി ലിവർ അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് എത്തിയെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ഫാറ്റി ലിവറിൻ്റെ കൂടെ ആസിഡ് റിഫ്ലക്സും കൂടെ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ഒരു നോസിയ ഉണ്ടാകുന്നത്. ദെൻ അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് വീക്ക്നെസ്സാണ്, അമിതമായ ക്ഷീണം. ഇത് ലിവർ നമ്മുടെ ന്യൂറോമസ്കുലാർ ഡിസ്ഫങ്ഷന് കാരണമാകും. അതായത് പേശി നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തനത്തെയും കാര്യമായിട്ട് ബാധിക്കുന്നത് കാരണം ഇത് പിന്നീട് ക്ഷീണം, പേശിൻ്റെ അമിതമായ ക്ഷീണം കാണിക്കും. ഇനി അടുത്ത നല്ല അഡ്വാൻസായ കേസുകളിലാണ് ഫാറ്റി ലിവറിൻ്റെ കൂടെ ജോണ്ടിസും കൂടെ കാണിക്കും. അതായത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ബിലിറൂബിൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടൻറ്റിൻ്റെ ബോഡിയിൽ നിന്ന് നീക്കം ചെയ്യുന്നത് ലിവറാണ്. അപ്പോൾ ലിവർ നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാതെ വരുമ്പോൾ ഈ ബിലിറൂബിൻ നമ്മുടെ ബോഡിയിൽ അമിതമായിട്ടുണ്ടാകും. അതാണ് പിന്നീട് ജോണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്നത്. അപ്പം അത് അഡ്വാൻസ്ഡ് കേസ് ആകുമ്പോഴാണ് ഈ ജോണ്ടിസും കൂടെ കാണുന്നത്. നമുക്കറിയാം, അത് നഖത്തിൽ, കണ്ണിലൊക്കെ, സ്കിന്നിലുമൊക്കെ മഞ്ഞ കളറിലായിട്ടായിരിക്കും അത് പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നീട് അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഡാർക്ക് കളേർഡ് യൂറിൻ. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് അതാണ്. യൂറിൻ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ നല്ല ഡാർക്ക് കളറിലായിരിക്കും കാണുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ലിവർ ഈ ബിലിറൂബിനെ മര്യാദയ്ക്ക് ലിവറിന് അത് റിമൂവ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ആ ഒരു ജോലിയും കൂടെ കിഡ്നി ഏറ്റെടുക്കും. അപ്പോൾ നമ്മുടെ വൃക്കകൾ ബിലിറൂബിനെ കൂടുതലായിട്ട് റിമൂവ് ചെയ്യേണ്ടി വരും. അത് നമ്മുടെ യൂറിനിൽ കാണാൻ തുടങ്ങും. അപ്പോൾ അതാണ് ഈ ഒരു ഡാർക്ക് കളേർഡ് യൂറിൻ ഉണ്ടാക്കുന്നത്. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് കാലിലുണ്ടാകുന്ന നീരാണ്. അപ്പോൾ അത് മെയിനായിട്ടും ഈ നീര് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കണ്ടീഷൻ്റെ കൂടെ ആയിരിക്കും നീര് കാണുന്നത്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളുടെ കൂടെ, ഇപ്പോൾ വയറുവേദന അല്ലെങ്കിൽ നോസിയ അല്ലെങ്കിൽ ഒരു വെയിറ്റ് ലോസ് ഉള്ള ആൾക്ക് നീരും കൂടെയൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ആ കേസിലും ഫാറ്റി ലിവർ സസ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നീട് റയറായിട്ട് കാണുന്നതാണ് ആൻഡ് ദ ലാസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് ഗൈനക്കോമാസ്റ്റി. അതായത് മെൻസിൽ, പുരുഷന്മാരിൽ ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ് കാണിക്കാറുണ്ട്. അത് നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് ഫാറ്റി ലിവർ മാറുമ്പോൾ അതിനകത്ത് ഹോർമോണൽ ചേഞ്ചസും കൂടെ വരാൻ തുടങ്ങും. അപ്പോൾ ഈസ്ട്രജൻ്റെ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് പുരുഷന്മാരിൽ ഇതുപോലെ ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റിന് കാരണമാകും. ഈ പറഞ്ഞതൊക്കെ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ വിടുന്ന ലക്ഷണങ്ങളാണ്. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അലേർട്ടായിരിക്കുക. ഒരു ഡോക്ടറുടെ സഹായത്തോടെ ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് കൺഫേം ചെയ്തേക്കുക. കാരണം എന്ന് പറയുന്നത് ഫാറ്റി ലിവർ അത്രത്തോളം കോമൺ ആയിട്ട് എല്ലാ ആൾക്കാരിലും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഗ്രേഡ് 1 ഫാറ്റി ലിവർ എന്ന് പറയുന്നത് മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാവരിലും കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാരണം എന്ന് പറയാവുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ മുന്നത്തെ വീഡിയോയും കൂടെ ഒന്ന് കണ്ട് കോമൺ ആയിട്ട് എന്തൊക്കെ കാണിക്കാം, അതുപോലെ ഡയറ്റിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക.